ഹായ്. ഇന്ന് പരീക്ഷണം നമ്പർ 2 ആയിട്ടാട്ടോ വന്നത്. ഞാൻ പ്രാക്ടീസ് ചെയ്ത മൈലാഞ്ചിയൊക്കെ പ്രാക്ടീസ് ഷീറ്റിൽ നിന്ന് വൈപ്പ് ചെയ്തെടുത്താണ്ട് ഒരു ഡബ്ബയിലാക്കി വെക്കും. അപ്പോൾ ആ പേസ്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് കുറച്ച് ഡ്രൈ ആയിട്ടാണുള്ളത്. അത് നല്ല മിക്സ് ചെയ്ത് കുറച്ചിച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുക. ഞാൻ മിക്സ് ചെയ്യാൻ ഉപയോഗിച്ചത് ബഡ്സാണ് കേട്ടോ. അത് പിന്നെ വേണ്ടില്ലേനെന്ന് തോന്നി അതിൻ്റെ പഞ്ഞി ഇങ്ങനെ തൂങ്ങി വരുന്നുണ്ട്. അത് ഇതിലേക്ക് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ മൈലാഞ്ചി ഇടണ ഇടയിൽ സ്റ്റക്ക് ആവുമല്ലോ. ആരെങ്കിലും ഇങ്ങനെ ചെയ്തൊക്കെ ഉണ്ടെങ്കിൽ ബഡ്സ് ഉപയോഗിക്കരുത് കേട്ടോ. പിന്നെ പരീക്ഷണമല്ലേ, അപ്പോഴല്ലേ നമുക്ക് ഫോൾട്ടും മെറിറ്റും ഡീമെറിറ്റും ഒക്കെ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ അധികം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ഓർഗാനിക് കോണിൻ്റെ പേസ്റ്റ് പോലെ ആക്കാനാണ് വിചാരിച്ച ആ ഒരു പരുവത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കാലിയായ മൈലാഞ്ചി ട്യൂബ് എടുത്തിട്ടാണ് അടുത്ത പരീക്ഷണം. ഇനി സീൽ ചെയ്ത മൈലാഞ്ചി ട്യൂബൊക്കെ പൊളിച്ചെടുക്കലാണ് അടുത്ത പണി. അതിൻ്റെ ശേഷം മടക്കി വെച്ചതൊക്കെ നിവർത്തിയെടുത്തു. പിന്നെ അതിൻ്റെ ഉള്ളും നിവർത്തിയെടുക്കുകയാണ്. വിരലൊക്കെ ഇട്ടിട്ട് വിടർത്തി വെക്കുകയാണ്. എന്നാലേ നമുക്ക് മൈലാഞ്ചി അതിൽ ഉള്ളിലിട്ടാൽ അടിക്ക് പോവുള്ളൂ. പിന്നെ ഒരു ഗ്ലൗസ് ഇടണൊക്കെ നല്ലതാണ്. പിന്നെ എൻ്റെ ഒരു മടി കാരണം ഞാൻ അതിനൊന്നും നിന്നില്ല. ചെയ്യണമെന്ന് തോന്നി അപ്പോണ്ട് വേഗം എടുത്ത് ചെയ്യണേ. അപ്പം കിട്ടിയ സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ എന്നെ പോലെ വിരൽ കൊളായാൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവർക്ക് അത് വലിയ കുഴപ്പമില്ല കേട്ടോ. ഈ പേസ്റ്റ് അങ്ങനെ ചോക്കൂല കേട്ടോ. സാധാ മൈലാഞ്ചി ചോക്കണ പോലെ ഒന്നും ചോക്കൂല. കാരണം ഇതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ചെയ്തുകൊണ്ട് തന്നെ ആ സ്റ്റെയിൻ ഇതിന് ഉണ്ടാവില്ല. അപ്പോൾ അത്രക്ക് വലിയ പേടിയില്ലേക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. അല്ലെങ്കിൽ വെള്ളം ഒന്നാകെ ചോന്ന് കൊളാവും. പേസ്റ്റ് പിന്നെ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഉള്ളിലേക്ക് ആക്കിയാണ്ട് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. പറ്റ അറ്റത്തേക്ക് ഇടരുത്. പിന്നെ ഒരു തുണി വെച്ച് കൈ ഇടയ്ക്കിടയ്ക്ക് തുടച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒന്നാകെ വൃത്തികേടാവും. എന്താ പറയുക, ഒരു സുഖം ഉണ്ടാവില്ല പിന്നെ നമുക്ക് കാണാൻ. അങ്ങനെ ബാക്ക് ഭാഗം നല്ല ടൈറ്റാക്കി അമർത്തി പിടിച്ചിട്ട് മുന്നിലേക്ക് മൈലാഞ്ചി തള്ളി കൊടുക്കണേ. എന്നാലേ ഇനി എത്ര ഫില്ല് ചെയ്യണം, ഫില്ല് ചെയ്തത് മതിയോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതിന് ശേഷം നന്നായി മടക്കി അത് ടൈറ്റാക്കി പിടിക്കുക. ഞാൻ അതിൻ്റെ സെല്ലോ ടാപ്പ് വെച്ച് തന്നെ ഒട്ടിക്കാൻ നോക്കിയിട്ടാണ്. പക്ഷെ അതൊന്നാകെ മൈലാഞ്ചിയൊക്കെ ആയിട്ട് കൊളായി. പിന്നെ അതിൻ്റെ പശ ഒന്നും ഒട്ടണില്ല. അങ്ങനെ അത് എടുത്ത് മാറ്റിയതിൻ്റെ ശേഷം ഞാൻ സെല്ലോ ടാപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മാസ്കിങ് ടാപ്പ് വെച്ചിട്ടാണ് സീൽ ചെയ്തെടുക്കുന്നത്. നല്ല സീൽ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ മൈലാഞ്ചി ഇടുന്ന ഇടയിൽ പൊട്ടിപ്പോരും അല്ലെങ്കിൽ ലീക്കായി പോരും. അങ്ങനെ ടൈറ്റൊക്കെ ചെയ്ത് ഞാൻ ഇട്ട് നോക്കിയിട്ട് എന്താ അവസ്ഥ, സക്സസ് ആയോ ഇല്ല എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഓക്കേടാ, ബൈ.